ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്നാൽ പിന്നീടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുക. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ദേവാസുരം എന്ന സിനിമയിലെ ഈ ഒരു സീൻ ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും റെഫറൻസ് ആയിരുന്നുവെന്നും ടേക്ക് ഓഫ് എന്ന സിനിമയിലെ ജയമോഹൻ എന്ന കഥാപാത്രം സാക്ഷാൽ MA യൂസഫലി ആയിരുന്നുവെന്നും ഒരുപക്ഷെ സിനിമ കണ്ടതിന് ശേഷമായിരിക്കാം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സിനിമ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തതും എന്നാൽ പിന്നീട് മനസ്സിലായതുമായുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇയോബിന്റെ പുസ്തകം 2014 പുറത്തിറങ്ങിയ അമൽ നീരദ് സിനിമയാണ് ഇയോബിന്റെ പുസ്തകം. അമൽ നീരദ് ഒരുപാട് വിദേശ സിനിമകളിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് മലയാള സിനിമകൾ ഉണ്ടാക്കുന്നത്. ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിൽ ഒരുപാട് വ്യത്യസ്തതകൾ അമൽ നീരദ് കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയിലെ ഇയോബിന്റെ മക്കളുടെ പേരായ ഐവാൻ, ഡിമിട്രി, അലോഷി എന്നത് റഷ്യൻ നോവലിസ്റ്റായ ഫ്യൂദൂർ ദസ്തോവസ്കിയുടെ ദ ബ്രദേഴ്സ് കർമാസോവ് എന്ന നോവലിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. എന്നാൽ ഇതെല്ലാം പറയാൻ വന്നത് സിനിമയിൽ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ മറ്റു പേരുകളുണ്ട്. എടുക്കട്ടെ. അങ്ങനെ വ്യത്യസ്തമായ പേരുള്ള മറ്റൊരു കഥാപാത്രമായിരുന്നു ജയസൂര്യയുടെ അങ്കൂർ റാവുത്തർ. അങ്കൂർ റാവുത്തർ സിനിമയിൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സീനുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു സീൻ റാവുത്തറിന്റെ കച്ചവട തന്ത്രത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണെങ്കിലും പുരാതന റാവുത്തർ കുടുംബത്തെയും പ്രശസ്തമായ റാവുത്തർ ബിരിയാണിയുടെയും റഫറൻസ് നൈസായി അമൽ നീരദ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ റാവുത്തർ എന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ടർക്കിയിൽ നിന്നാണ് പൂർവികരെങ്കിലും കേരളത്തിലെ പാലക്കാടിൽ റാവുത്തർ മുസ്ലിം കുടുംബം കൂടുതലായി കാണപ്പെടുകയും പിന്നീട് തമിഴ്നാട്ടിലേക്ക് വ്യാപിക്കുകയുമാണ് ചെയ്തത്. റാവുത്തർ കുടുംബം തയ്യാറാക്കിയ ബിരിയാണിയായിരുന്നു റാവുത്തർ സ്പെഷ്യൽ ബിരിയാണി. ഇന്ന് തമിഴ്നാട്ടിൽ റാവുത്തർ ബിരിയാണി വളരെ ഫേമസ് ആണ്. 16-18 നൂറ്റാണ്ടുകളിലാണ് റാവുത്തർ കുടുംബം കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയുടെ കഥ നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ റാവുത്തർ കുടുംബവും റാവുത്തർ ബിരിയാണിയും റെഫറൻസായി സിനിമയിൽ അമൽ നീരദ് ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയിൽ കാണിക്കുന്ന അങ്കൂർ റാവുത്തറും റാവുത്തർ മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും റെഫറൻസ് വളരെ ഭംഗിയായിട്ട് സിനിമയിൽ അമൽ നീരദ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സിനിമ കണ്ടതിന് ശേഷം നമുക്ക് പിന്നീട് മനസ്സിലായ മറ്റൊരു സംഭവമായിരുന്നു. KV ആനന്ദ്. നടന്മാര് അവരഭിനയിച്ച സിനിമകളിൽ അവരെ തന്നെ ട്രോളുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജ്. അയ്യോ, അയാളല്ല. എന്നാൽ ഒരു സംവിധായകൻ സ്വയം ട്രോളുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല. അതും ഒരു സിനിമയിലല്ല, അദ്ദേഹം സംവിധാനം ചെയ്ത ഒട്ടനവധി സിനിമകളിൽ. സംവിധായകനായ KV ആനന്ദ് താൻ സംവിധാനം ചെയ്ത ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും തന്നെ സ്വയം ട്രോളുന്നുണ്ട്. 2009 പുറത്തിറങ്ങിയ അയൺ എന്ന സിനിമയിൽ ഒരു സംവിധായകൻ കാറിൽ വന്ന് ബാങ്ക് കൊള്ളയടിക്കുന്ന സീനുകളുള്ള സിനിമയുടെ CD ചോദിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ KV ആനന്ദ് അയൺ എന്ന ഈ സിനിമ ബോൺ ഫ്രാഞ്ചൈസി എന്ന സിനിമകളിൽ നിന്നും കോപ്പി അടിച്ച് ചെയ്തതിനെ സ്വയം ട്രോളുന്ന സീനാണത്. ഇവിടെ സംവിധായകൻ ചോദിക്കുന്നത് ഒരു ബാങ്ക് റോബറിയുടെ CD ആണ്. എന്നാൽ KV ആനന്ദിന്റെ അടുത്ത സിനിമ കോ ആയിരുന്നു. കോ എന്ന സിനിമയുടെ തുടക്കം തന്നെ ഒരു ബാങ്ക് റോബറിയാണ്. എന്താലേ? അതുമാത്രമല്ല, കോ എന്ന സിനിമയിൽ KV ആനന്ദിന്റെ അയൺ എന്ന സിനിമയെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ഹലോ ഡയറക്ടർ, പടத்துக்கு அரஸ்டார் தான் போட்டுக்கணும். வெயிட் போன். இவன் படத்துல ஹீரோ CD தங்கம் வைரம்லாம் கடத்துவானா. கடைசியில கஸ்டம்ஸ் ஆபீசர் ஆயிடுவானா. ഡയറക്ടർക്ക് 5 സ്റ്റാർ കൊടുക്കണമാ. അൽപ. അതോടൊപ്പം തന്നെ കോ എന്ന സിനിമയിൽ അയണിലെ സൂര്യയുടെ ഫോട്ടോകളും കാണിക്കുന്നുണ്ട്. അതിനുശേഷം KV ആനന്ദ് സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയാണ് മാട്രാൻ. സിനിമയിൽ KV ആനന്ദ് സംവിധാനം ചെയ്ത കോ എന്ന സിനിമയിലെ ലോജിക് ഇല്ലാത്ത പാട്ടിനെ കളിയാക്കുന്നുണ്ട്. ഒരു പൊട്ടപ്പടം, നേതാക്കളൊക്കെ ചാവും വീടുന്ന പോലെ ഒരു പാട്ടും സൂപ്പർ പടോടാ. അതുമാത്രമല്ല, മാട്രാനിലെ ഒരു സീനിൽ കോ എന്ന സിനിമയിലെ ഒരു റെഫറൻസും കൂടി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയായ കവനിൽ തന്റെ സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നതിന് വേണ്ടി ജൂറിയെ വിളിക്കുന്ന സംവിധായകനായി KV ആനന്ദിനെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം കാപ്പാൻ എന്ന സിനിമയിലും അദ്ദേഹം സ്വയം ട്രോളുന്നതിൽ തുടരുന്നുണ്ട്. അങ്ങനെ സംവിധാനം ചെയ്ത ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും സ്വയം ട്രോളുന്ന ഒരു സംവിധായകനായി മാറി KV ആനന്ദ്. നിറക്കൂട്ട്. 1985 പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമയാണ് നിറക്കൂട്ട്. സിനിമയിൽ മമ്മൂട്ടിക്ക് 3 ലുക്കുകളുണ്ട്. എന്നാൽ അതിനു മുൻപ് അധിക സിനിമകളിൽ മമ്മൂട്ടി മുടി പറ്റ വെട്ടിച്ച് അഭിനയിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിറക്കൂട്ട് എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ മുഖമല്ല നിറക്കൂട്ടിന്റെ ആദ്യത്തെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ ഒരു വലിയ കോയിൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നിറക്കൂട്ട് എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ രവിവർമ്മ എന്ന കഥാപാത്രം ഒരു ചിത്രകാരനാണ്. ചിത്രകാരനായതുകൊണ്ട് രാജ രവിവർമ്മയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് രവിവർമ്മ എന്ന പേര് മമ്മൂട്ടിക്ക് കൊടുത്തത്.
സിനിമയിൽ മമ്മൂട്ടിക്ക് 3ഓളം ലുക്കുള്ളത് കൊണ്ട് മമ്മൂട്ടിക്ക് മുടിയുള്ള ഭാഗങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു. എന്നാൽ അതേ സമയത്തായിരുന്നു യാത്ര എന്ന സിനിമ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സിനിമയിലും മമ്മൂട്ടിക്ക് 3ഓളം ലുക്കുണ്ടായിരുന്നു. യാത്ര എന്ന സിനിമയിൽ ജയിലിൽ കഴിയുന്ന മമ്മൂട്ടിയുടെ മുടി വെട്ടിയതുകൊണ്ട് യാത്രയിലെ മമ്മൂട്ടിയുടെ സ്റ്റിൽ ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് ഗായത്രി അശോകൻ നിറക്കൂട്ട് എന്ന സിനിമയുടെ പോസ്റ്റർ തയ്യാറാക്കിയത്. യാത്രയ്ക്ക് ശേഷമാണ് നിറക്കൂട്ടിൽ മമ്മൂട്ടി മുടി വെട്ടി അഭിനയിക്കുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണുമ്പോൾ മുടിയിലെ വളർച്ചയുടെ വ്യത്യാസം അറിയാൻ കഴിയും. നിറക്കൂട്ട് റിലീസായത് 1985 സെപ്റ്റംബർ 12-നും യാത്ര അതേ വർഷം സെപ്റ്റംബർ 20-നുമായിരുന്നു. എന്താലേ. ഉസ്താദ് ഹോട്ടൽ 2012-ൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. സിനിമയിലെ ജയപ്രകാശ് അവതരിപ്പിച്ച നാരായണൻ കൃഷ്ണൻ എന്ന കഥാപാത്രം നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരാളാണ്. വലിയ ഷെഫായിരുന്ന അദ്ദേഹം ഒരിക്കൽ ട്രാഫിക്കിൽ വെച്ച് ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടുന്ന കുറച്ചുപേരെ കാണുകയും ശേഷം തന്റെ ജീവിതം ആരോരുമില്ലാത്ത വൃദ്ധരായ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. 3 നേരം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ കുളിപ്പിച്ച് മുടി വെട്ടി കൊടുക്കുകയും ആ കഥാപാത്രം സിനിമയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നാരായണൻ കൃഷ്ണൻ എന്ന ഈ കഥാപാത്രം ഒരു യഥാർത്ഥ വ്യക്തിയാണ്. ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ കാണിക്കുന്ന അതേ ജീവിതമാണ് നാരായണൻ കൃഷ്ണന്റെയും. ഷെഫായിരുന്ന അദ്ദേഹം ഇപ്പോൾ അക്ഷയ ട്രസ്റ്റ് എന്ന തന്റെ സംഘടനയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും മുടി വെട്ടിക്കൊടുക്കുകയും മറ്റ് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 2010-ലെ CNN ഹീറോയായി ലോകം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച 10 വ്യക്തികളിൽ ഒരാളായിരുന്നു നാരായണൻ കൃഷ്ണൻ. Honored to present CNN hero Narayanan Krishnan. ദുൽഖറിന്റെ കഥാപാത്രം താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്വിറ്റ്സർലൻഡിൽ ഷെഫായി പോകാൻ തുടങ്ങുമ്പോഴാണ് തന്റെ ജീവിതം മാറിമറിയുന്നത്. നാരായണൻ കൃഷ്ണൻ ബോംബെ താജ് ഹോട്ടലിൽ വർക്ക് ചെയ്തതിനു ശേഷം തന്റെ ഇഷ്ടസ്ഥലമായ സ്വിറ്റ്സർലൻഡിൽ ഷെഫായി പോകാൻ തുടങ്ങുമ്പോഴാണ് തന്റെ ജീവിതവും മാറിമറിയുന്നത്. അങ്ങനെ നാരായണൻ കൃഷ്ണന്റെ ജീവിതം 2 കഥാപാത്രങ്ങളിലൂടെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നാം മനസ്സിലാക്കിയ മറ്റൊരു സത്യമായിരുന്നു ഇത്. നൻപൻ 2012-ൽ പുറത്തിറങ്ങിയ ശങ്കർ സിനിമയാണ് നൻപൻ. സിനിമ കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ പിന്നീട് ശ്രദ്ധിച്ചതുമായ ഒരു സംഭവമാണ് സിനിമയിലെ ഒരു പാട്ട്. അസ്ക് ലസ്ക എന്ന വളരെ മനോഹരമായ ഒരു പ്രണയഗാനം സിനിമയിലുണ്ട്. സംവിധായകനായ ശങ്കർ വെറൈറ്റികൾ തേടി പോകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പാട്ടിലും ഒരു 1.5 വെറൈറ്റിയാണ് കൊണ്ടുവന്നത്. പ്രണയത്തെക്കുറിച്ച് പറയുന്ന പാട്ടായതുകൊണ്ട് തന്നെ പ്രണയം എന്ന അർത്ഥം വരുന്ന ലോകത്തിലെ പല വ്യത്യസ്ത ഭാഷകളിലെ വാക്കുകളാണ് പാട്ടിന്റെ ആദ്യ വരിയായി എടുത്തത്. 1ഉം 2ഉമല്ല 16-ലധികം ഭാഷകളിലെ വാക്കുകൾ. ടർക്കിഷ്, സ്ലോവാക്ക്, ഫ്രഞ്ച്, അറബിക്, ചൈനീസ്, ഹിബ്രു, മലയാളം തുടങ്ങി 16ഓളം ഭാഷകളിലെ വാക്കുകളാണ് പാട്ടിന്റെ ആദ്യത്തെ വരികൾ. തമിഴിലെ പ്രശസ്ത ലിറിസിസ്റ്റായ വൈരമുത്തുവിന്റെ മകൻ മദൻ കർക്കിയാണ് അസ്ക ലസ്ക എന്നീ പാട്ട് എഴുതിയത്. എന്തൊക്കെയാണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. കൂലി 1983-ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് കൂലി. സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം തോന്നിയ ഒന്നാണ് സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കാരണം ഇതുവരെ മലയാള സിനിമയിൽ കേൾക്കാത്ത തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു കൂലിയിലുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, സംഗീത ഉപകരണങ്ങൾക്ക് പകരം വാ കൊണ്ടാണ് സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. സിനിമയുടെ റീ റെക്കോർഡിംഗ് സമയമായപ്പോഴേക്കും പ്രൊഡക്ഷന് ഫണ്ട് ഇല്ലാതെ വന്നു. സംഗീത ഉപകരണങ്ങൾ എടുക്കുന്നതിനും പിന്നണിയിൽ വായിക്കാൻ ആളുകൾക്ക് കൊടുക്കാനുള്ള തുകയൊന്നും പ്രൊഡക്ഷന്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷും സിനിമയിൽ അഭിനയിച്ച മറ്റു നടന്മാരും പ്രൊഡക്ഷനിലുള്ള മറ്റു വ്യക്തികളുമെല്ലാം ചേർന്ന് വാ കൊണ്ട് ശബ്ദമുണ്ടാക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ മറ്റൊരു കാരണം ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ മിക്ക വെസ്റ്റേൺ കൗബോയ് ഹോളിവുഡ് സിനിമകളിൽ ഇത്തരത്തിൽ വാ കൊണ്ട് മ്യൂസിക് കൊടുക്കുന്നത് പതിവായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇത് നല്ലൊരു ഐഡിയ ആണ്. കാരണം ഈ കാലഘട്ടത്തിലും സംഗീതോപകരണങ്ങൾ ഇല്ലാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും മലയാള സിനിമയിൽ. ഉദാഹരണത്തിന് ചുരുളി, ജല്ലിക്കെട്ട് എന്നീ സിനിമകളിൽ ചിരട്ട, കല്ല്, തടിക്കഷ്ണം, അരം തുടങ്ങിയ പല വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെറുതായി കാണേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.